ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ബ്രെഡ് എഗ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് ചെറിയൊരു മസാല കൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. 2 സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. സവാള ചേർത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഇതൊന്ന് വഴണ്ടി കിട്ടിക്കോളും. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. കൂടെ ഒരു പച്ചമുളകും കൂടി, ആ പച്ചമുളകിൻ്റെ ആ ഒരു സീഡ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, നല്ല എരിവുള്ള പച്ചമുളക് ആയതിൻ്റെ പേരിലാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മസാല പൊടികളാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. കൂടെ പിന്നെ വേണ്ടത് കുരുമുളക് പൊടിച്ചതാണ്, 1 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി. ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് തന്നെ മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയൊരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതാണ്. കൂടെ ഒരല്പം മല്ലിയിലയും കൂടി. ഇനി നമ്മുടെ ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് ചേരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒരല്പനേരം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് നിന്ന് വെന്തുടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണം കേട്ടോ നമ്മുടെ മസാലക്കൂട്ട് ഉണ്ടാകാനായിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു 3 മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ 2 മുട്ട ഒന്ന് വേവിച്ചെടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്ത് ഒരു തട്ടിലേക്കൊന്ന് വെക്കാം. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് കുറച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിന് മുകളിലായിട്ട് നമ്മൾ വേവിച്ചെടുത്ത മുട്ടയുടെ ഒരു പീസും കൂടി. ഇനി ഇതിന് ചുറ്റിലുമായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒന്ന് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഒരു ബ്രഷ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുത്താൽ മതിയാവും. അതിനുശേഷം മറ്റൊരു ബ്രെഡ് കൊണ്ട് നമുക്കിതിന് മുകളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സാധാരണ ചില ബ്രെഡുകളൊക്കെ നല്ല ഹാർഡായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഹാർഡായിട്ടുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടൊന്ന് ആവി കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെഡ് കിട്ടും കേട്ടോ. ഇനി ഒരു ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നാൽ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു ബോൾ കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും ഈ ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഇതിൽ കട്ടായി വരും. പിന്നീട് നമുക്ക് ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ ബ്രെഡ് കിട്ടുന്നതായിരിക്കും കേട്ടോ, ഇതുപോലെ ഈ ഒരു ഷേപ്പിന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ പ്രശ്നമാക്കണ്ട. കാരണം നമ്മൾ പിന്നീട് ഇത് മുട്ടയുടെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങ് ക്ലോസ് ആയി പോയിക്കോളും. അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ ഫില്ലിംഗ് എല്ലാം ബ്രെഡിലേക്കൊന്ന് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തിട്ടുള്ള ആ 3 മുട്ടയുടെ മിക്സിൽ നിന്നും ഇത്രയും ബാക്കിയുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ഒരല്പം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ഇനി ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഓരോ ബ്രെഡും നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നേരെ തന്നെ നമ്മുടെ പാനിലേക്ക് വെക്കാവുന്നതാണ്. അധികം എണ്ണയുടെ ആവശ്യം നമുക്ക് ഇതിലേക്ക് വരുന്നില്ല കേട്ടോ. ഒരല്പം ബട്ടറോ നെയ്യോ ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഫ്ലെയിം നമുക്ക് ഹൈയിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. നമ്മൾ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്ന മസാലയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് സമയത്ത് മൊരിയിക്കേണ്ട ആവശ്യമില്ല. ഈ പുറം ഭാഗത്തുള്ള ബ്രെഡ് മാത്രം ലൈറ്റായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രത്തോളം കളർ വരണമോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒന്ന് മൊരിച്ചെടുക്കാം. ഒരു സൈഡ് ലൈറ്റായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിടാവുന്നതാണ്. 2 സൈഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ബ്രെഡ് എഗ് പഫാണ് കേട്ടോ.
സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.